വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. ഈ ദേശത്ത് ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ കർത്താവിന്റെ വചനം പറയുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രി അവിടുത്തെ ശ്രേഷ്ഠദാസനെ ശക്തമായിട്ട് ഉപയോഗിച്ചല്ലോ. ഈ രാത്രിയിൽ എളിയവന്റെ മേലും കൃപ ചൊരിയണം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിപ്പാൻ അവിടുത്തോട് അപേക്ഷിക്കുന്നു. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണമേ. ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ഏവർക്കും അനുഗ്രഹമാക്കണം. വിവിധ ഇടങ്ങളിലിരുന്ന് ഓൺലൈനിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർക്കും അനുഗ്രഹമാക്കണം. ഇവിടെ ആയിരിക്കുന്ന കർത്തൃദാസന്മാരെ എല്ലാവരെയും ശക്തീകരിക്കണമേ. തൃക്കരങ്ങളിൽ എല്ലാവരെയും ഏൽപ്പിക്കുന്ന എളിയവനെയും താഴ്ത്തുന്നു. സന്നിധി ബോധം നൽകണം. പുത്രനെ മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പൂവത്തൂര് അസംബ്ലി സബ് ബോർഡിൻ്റെ ചുമതല വഹിക്കുന്ന ആദരണീയ കർത്തൃദാസൻ, പ്രാർത്ഥനയിൽ ഇപ്പോൾ ഇവിടെ ശുശ്രൂഷയിൽ സഹായിച്ച കർത്തൃദാസന്മാർ, വേദിയിൽ ആയിരിക്കുന്ന സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന ആദരണീയ കർത്തൃദാസന്മാർ എല്ലാവരും, ഈ രാത്രി ശുശ്രൂഷയിൽ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന മാന്യ ദൈവമക്കൾ, ജനപ്രതിനിധികൾ, സമീപവാസികൾ, ഈ ഭവനത്തോടും സഭയോടും ആമയൊക്കെ ബന്ധപ്പെട്ട് ഈ രാത്രി ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, വിശേഷിച്ച് ഗായക സംഘം ബേവിച്ചന്, ആമേൻ, എൻ്റെ കൂടെ വന്ന മാന്യ സഹോദരന്മാർ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന ആൾക്കാർക്ക് കാണുവാനും കേൾക്കുവാനും ഉതകത്തക്ക വിധത്തിൽ ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്ന ആമീൻ അലക്സ് ജാന്, പ്രിയപ്പെട്ടവർ, ആമീൻ, എല്ലാവർക്കും, വിശേഷിച്ച് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസന്മാർ, ചുമതലപ്പെട്ടവർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ധിയിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ അവിടുത്തെ ദാസനിൽ കൂടി ശക്തിയേറിയ ആത്മീക സന്ദേശങ്ങൾ ദൈവം കേൾപ്പിച്ചു. ആ കർത്തൃദാസനെയും ശുശ്രൂഷകളെയും ദൈവം വീണ്ടും ആദരിക്കട്ടെ. കേട്ട വചനം, ഇവിടെ സംസാരിച്ച വചനം, അത് ദോഷത്തിന് ഹേതുവാകാതെ എല്ലാവർക്കും അനുഗ്രഹമായി പരിണമിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും അല്പസമയങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ തിരുവെഴുത്താണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. വളരെ ലളിതമായ ചില കാര്യങ്ങൾ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കാം. കർത്താവിൻ്റെ ദാസൻ ചുമതലപ്പെട്ടവരോട് ഞാൻ ചോദിച്ച് എപ്പോൾ സമയം തരും? 7:30 തരും. എപ്പം നിർത്തണം? 9 നിർത്തണം. അപ്പം ഞാനത് കണക്ക് കൂട്ടിയാണ് വന്നത്. എന്നാൽ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമുക്ക് സമയം എന്തുവായി? അപ്പം ഒരു 7:45 1/4 മണിക്കൂർ മുമ്പോട്ട് പോകണ്ട്. 9:15 ഞാൻ നിർത്തും. ആ കാല് ഞാനിഞ്ഞെടുക്കുക. അപ്പോൾ ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ദൈവം അതിന് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. വായിച്ച തിരുവെഴുത്ത് വളരെ പരിചിതമായ തിരുവെഴുത്താണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണം. മോനൊരു ഒരു ഉപകാരം കൂടെ ചെയ്യണം. ഈ കർത്തൃദാസിയുടെ കയ്യിൽ ഒരു മൈക്ക് കൊടുത്തേരും. വേറെ മൈക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേരും. അപ്പോൾ ഇവർ രണ്ടുപേരും നടുക്കത് വെച്ചിരിക്കുന്നതുകൊണ്ട് വായിക്കുമ്പോൾ കേൾക്കാം. പാട്ട് പാടുന്നൊരു മൈക്ക് എടുത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോനെ, ഇടേ ഇതങ്ങോട്ടൊരെണ്ണം എടുത്ത് കൊടുക്കേ. പണ്ടൊരാൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ ഫുട്ബോൾ കൊടുക്കാൻ പറഞ്ഞ പോലെ 3 പേർക്കും കൊടുക്കേ. ഒന്നുകൂടെ കൊടുത്തു. അപ്പോൾ പിന്നെ ചടികടാന്ന് അവർ വായിച്ചു. മോനെ ഒന്നുകൂടെ അങ്ങോട്ട് കൊടുത്തു. ഒരു മൈക്ക് കൂടെ കൊടുത്തു. ഒരു ബോളിൻ്റെ പുറകെ കടന്നോടാതെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞ പോലെ ഒരു മൈക്കൂടെ കൊടുത്തു. ഇല്ലേ? ഇതങ്ങോട്ട് തൊഴുക. എടേ ഇതങ്ങോട്ട് കൊടുക്കാൻ. ഇത് മൈക്കല്ലേ? അതെത്തുമല്ലോ. മഞ്ഞ ഈ ഓറഞ്ച് വയാറിൻ്റെ പിന്നെ അതിന് നല്ല എടുപ്പമുണ്ടല്ലോ. തേച്ചാൽ നല്ല നീളമുള്ളതാണ്. പിന്നെ ഇനിയും നീളം കിടക്കുക.
വായിച്ച തിരുവെടുത്ത് ഒന്നുകൂടെ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവെടുത്ത്. മോനെ ഓൺ ചെയ്ത് അവൻ അതിനാണ് മിക്കവാറും മെനകേടാന്ന് തോന്നുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. ഒന്നുകൂടെ വായിര്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട പൊൻകച്ചയും പൂണ്ട പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ വെള്ളോടുള്ള തന്നിൽ കാച്ചി പഴുപ്പിച്ച വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. സ്നാനം 3:30 വേല 3:10 സ്നാനം 3:30 വേല 3:10 സ്നാനം 3:30 വേല 3:10 സ്നാനം 3:30 വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ 3:10 സ്നാനം 3:30 വേല ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ പാരിൽ പലതരം വേലകൾ ചെയ്തു ഭൂത പിജാരിൻ തലയെ തകർത്ത പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് വീണ്ടും മഹത്വം. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായി വളരെ പരിചിതമായ തിരുവെടുത്താണ് വായിച്ചത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവെടുത്ത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ദൈവത്തിന്റെ മഹത്വം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. മൊത്തം ഇത് 66 പുസ്തകം. ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ടാണ് ഈ പുസ്തകം മുഴുവൻ എഴുതി തീർത്തത്. ഉൽപ്പത്തി പുസ്തകം എഴുതി ശേഷം 1500 കൊല്ലം കൂടെ എടുത്ത് വെളിപ്പാട് പുസ്തകം എഴുതി തീർക്കാൻ. അങ്ങനെ മൊത്തം 1600 കൊല്ലം കൊണ്ടാണ് ഈ 66 പുസ്തകം എഴുതി തീർത്ത് നമ്മുടെ കയ്യിൽ നമുക്ക് ലഭിച്ചത്. നിങ്ങൾക്കറിയാം, ഏതാണ്ട് 40 എഴുത്തുകാർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്നാണ് ഈ പുസ്തകം എഴുതിയത്. ദൈവത്തിൻ്റെ മകത്ത് ഇവർ പലരും നേരിട്ട് കണ്ടിട്ടില്ല, ആശയ വിനിമയങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. പലരും പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാ. ദൈവത്തിന് മഹത്വം. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ഒരു വിശേഷത, എഴുതി വന്ന് ക്രമപ്പെടുത്തിയപ്പോൾ ഇതെല്ലാം ഒത്തെന്നുള്ളതാണ്. ഉൽപ്പത്തിൽ എഴുതിയ കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പം തിരുത്തേണ്ട ഗതികേടൊന്നും ഈ പുസ്തകത്തിന് വന്നിട്ടില്ല. അയ്യോ, ഉൽപ്പത്തി പറഞ്ഞത് അബദ്ധമായി പോയി, എന്നാൽ ഇത് വെട്ടിയേക്കാം, വേറെ ഒരു കാര്യം ചേർത്ത് എഴുതാമെന്നൊന്നും പറയേണ്ട ഗതികേട് വന്നില്ല. ഇതെല്ലാം ഒത്തിരിക്കുന്നെന്നുള്ളതായി പുസ്തകത്തിൻ്റെ വിശേഷത. കാരണം മറ്റൊന്നുമല്ല, എല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസികമാണ്. ദൈവാത്മ നിയോഗം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ ആത്മപ്രേരിതരായി പലയിടങ്ങളിലിരുന്ന് തമ്മിൽ കണ്ടില്ലെങ്കിലും ആശയ വിനിമയങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും ഇതെഴുതി ക്രമപ്പെടുത്തിയപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഒത്തെന്നുള്ളതാണ്. കാരണം ഈ പുസ്തകം ദൈവത്തിൻ്റെ തിരുവചനമാണ്. ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ പുസ്തകം നമ്മുടെ കരത്തിൽ ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇത് എടുത്തവർക്കാർക്കും, എടുക്കേണ്ടതുപോലെ എടുത്തവർക്കാർക്കും ദോഷമൊന്നും വന്നിട്ടില്ല. ഈ പുസ്തകം എടുത്ത വ്യക്തികളെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഈ പുസ്തകം ഏത് ഭവനത്തിലെത്തിയിട്ടുണ്ടോ ആ ഭവനത്തിന് അനുഗ്രഹവും വിടുതലും നന്മയും ഉണ്ടായിട്ടുണ്ട്. ഈ പുസ്തകം ഏത് ദേശത്ത് ഉയർത്തപ്പെട്ടിട്ടുണ്ടോ ആ ദേശത്തിൻ്റെ മുഖച്ഛായ മാറിയ ചരിത്രമേ ആമേൻ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ മഹത്വം. ഇത് എടുക്കേണ്ടതുപോലെ എടുത്തവർക്കെല്ലാം ഇത് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഈ തിരുവെടുത്ത് വായിപ്പാനും ധ്യാനിപ്പാനും കേൾക്കുവാനും ഇതെടുക്കുവാനും ഒക്കെ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന് മഹത്വം. അപ്പോൾ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാം. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു, അല്ലെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട വിഷയം ആമേൻ സ്തോത്രം രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. സുവിശേഷം അതാണല്ലോ രക്ഷ, അതാണ് സദ്വർത്തമാനം, അതാണ് നല്ല വാർത്ത. അതാണല്ലോ രക്ഷ, അതാണ് സദ്വർത്തമാനം, അതാണ് നല്ല വാർത്ത. നമ്മൾ കേൾക്കുന്ന വാർത്തയെല്ലാം ഭീതി ഉണ്ടാക്കുന്ന, അസ്വസ്ഥതയുണ്ടാക്കുന്ന, നമുക്ക് ഭയം ഉളവാക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും ഓരോ നിമിഷവും കേട്ടും അറിഞ്ഞുമിരിക്കുമ്പോൾ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. അപ്പം എന്തുവാ ഈ സുവിശേഷം? നമുക്കറിയാം, സുവിശേഷം യേശു ക്രിസ്തുവാ. ഒന്ന് വായിച്ചോ, ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം. വിശേഷിച്ച് കുമ്പനാട്, പൂവത്തൂര്, മാരാമണ്ണുകാരെയൊന്നും ഇത് പഠിപ്പിക്കേണ്ട, നിങ്ങളെല്ലാം പഠിച്ചേച്ചിരിക്കുക. ഇപ്പം നിങ്ങളിരിക്കുന്ന ഞാൻ പറയുന്ന നോക്കുന്നുണ്ടോ നോക്കിയിരിക്കുക. അപ്പം അറിയാത്ത ആരെങ്കിലും ഈ യോഗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ദൂരത്തിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിന് വേണ്ടിയാണ് ഇപ്പം ഞാൻ പറയുന്ന കാര്യം. നിങ്ങൾക്കിതെല്ലാം അറിയാം. ദൈവത്തിൻ്റെ മഹത്വം. അപ്പം എന്തുവാ സുവിശേഷം? തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 2:8 നമുക്ക് അറിവുള്ള വാക്യമെങ്കിലും മൈക്കിൽ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നത് കുറച്ചുകൂടെ ഉചിതമായിരിക്കുമല്ലോ. 2:8 വായിച്ചാട്ടെ. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അപ്പൊ സുവിശേഷം മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്. ചിലരെ ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് മതം മാറ്റുക, സഭ മാറ്റുക. അല്ല, സഭ മാറ്റവുമല്ല, മതം മാറ്റവുമല്ല. സുവിശേഷം അത് യേശുക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ദൈവത്തിന്റെ മഹത്വം. എന്തിനായി സുവിശേഷം? സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യം പറയാം, സകല മനുഷ്യരും രക്ഷപ്പെടാനാ. 2:11 തീത്തോസിന്റെ ലേഖനം 2:11 ഇതെല്ലാം നമുക്ക് അറിവുള്ളതാ, എന്നൊന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ. തീത്തോസ് 2:11 മുതൽ വായിച്ചു. മൈക്ക് കൂടെ മൈക്ക് ഓണാന്നോ?
വായിച്ചു. സകല മനുഷ്യർക്കും ആ, രക്ഷാകരമായ ദൈവകൃപ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ, നാം ഭാഗ്യകരം നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് നാടോട്ട് വായിക്കുന്ന ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ഒക്കെ വർദ്ധിക്കണമെന്ന. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്തുവാണ് സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു. ആ സുവിശേഷം എന്തിനാ? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. അവർ രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, ഒരേ ഒരു വ്യക്തി നസറയനാകുന്ന യേശുക്രിസ്തു. മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശുവിൻ്റെ നാമം. അതാണ് ഈ സുവിശേഷത്തിന്റെ വിശേഷത. ഇനി ആരാ ഈ സുവിശേഷം കേൾക്കണ്ടേ? ഈ വചനം ആരാ കേൾക്കണ്ടേ? എല്ലാവരും കേൾക്കണം. 49:1 സങ്കീർത്തനം, നമുക്ക് അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. 49:1 49:1 സകല ജാതിയുമായുള്ളവരെ ഒന്നുകൂടെ വായിച്ചു നന്നായിട്ട്. സകല ജാതികളുമായുള്ളവരെ ആ മൈക്കിന്റെ സ്റ്റാൻഡ് ഒന്ന് അടുപ്പിച്ച് വെച്ചോ. നിങ്ങൾ ഇപ്പം പറയും പുള്ളിക്ക് അങ്ങ് പറഞ്ഞാൽ പോരായോ, മൈക്ക് കൂടെ എന്തിനായി കൂടെ കൂടെ വായിപ്പിക്കുന്നത്? അവരും കുഴയുന്ന ഇത് ദൂരത്തിരിക്കുന്നവരോട് കേൾക്കാൻ വേണ്ടിയാ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ഇത് കേൾപ്പിൻ. എന്ത് ചെയ്താ? കേൾപ്പിക്കുകയല്ല, കേൾക്കാനാ. ഇത് കേൾപ്പിക്കുകയല്ല. നമ്മുടെയൊക്കെ മിക്ക കൺവെൻഷനും ചെന്നാൽ ഇപ്പം മിറ്റത്തിരിക്കുന്നവരെ കേൾക്കുന്നുള്ളൂ, ദൂരോട്ട് കേൾക്കുന്നില്ല. സഭാഗോളിന്റെ മിറ്റത്താന്നേ അവിടെ ഇരിക്കുന്നവരെ കേൾക്കുന്നുള്ളൂ, ദൂരോട്ട് കേൾപ്പിക്കുന്നില്ല. എനിക്ക് വന്നേ പേടിച്ചിട്ടാന്നോ, സാങ്ഷൻ കിട്ടാഞ്ഞിട്ടാന്നോ, അതോ വിളിക്കുന്ന മൈക്ക് സെറ്റുകാർക്ക് ബോക്സ് ഇല്ലാഞ്ഞിട്ടാന്നോ, അതോ മുമ്പേ വേവിച്ചം പറഞ്ഞല്ലോ വയാറില്ലാഞ്ഞിട്ടാന്നോ? കേൾപ്പിക്കുകയല്ല. എന്നാൽ അഭിനന്ദനീയമായ ഒരു കാര്യം, തിരുവനന്തപുരം സൈഡിലെ സുവിശേഷ പ്രസംഗത്തിന് എന്നാൽ ഓരോ പോസ്റ്റിലും ചെറിയ നിയമപ്രകാരമുള്ളത് വെച്ചിട്ടുണ്ട്. കേൾക്കാം, 2 കിലോമീറ്ററിനകം കേൾക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനോസുഖമാണ്. അത് കേൾപ്പിക്കാനല്ലയോ ഈ യോഗം നടത്തുന്നത്. പക്ഷെ നമ്മുടെ കുമ്പനാട് ഈ ഏരിയയിലെ പൂവത്തൂര്, തിരുവല്ലാറാന്ന് കേൾപ്പിക്കുകയല്ല. ഞാൻ ആ മുക്കിന് വന്ന് കേൾക്കുന്നില്ല. ഇല്ല, അവിടെ വന്ന് ഞാൻ കുഴഞ്ഞു, കേൾക്കുന്നില്ല. കേൾപ്പിക്കണമെന്നായിരുന്നു. ഒന്നുകൂടെ വായിച്ചോ, എല്ലാവരും കേൾക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവരെങ്കിലും കേൾക്കട്ടെ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം ഇത്. പക്ഷെ എന്ത് ചെയ്താൽ കേൾപ്പിക്കുകയല്ല. ഇനി നമ്മുടെ യോഗത്തിനിരുന്നാലും ചിലർ കേൾപ്പിക്കുകയില്ല, ബഹളം ഉണ്ടാക്കി കളയും. ഒരു വാക്യമോ കാര്യം പറഞ്ഞു ഉടനെ കൈയടിച്ച് ബഹളം ഉണ്ടാക്കി, ആരാധിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങുകയും ചെയ്യും. എല്ലാവരും കൈയടിച്ച് പാട്ട് പാടുമ്പോൾ കുത്തി ഇരുന്ന് ഉറങ്ങും. വചനം പ്രസംഗിക്കുമ്പോൾ ഇതിനിടെ കൂടെ ബഹളം ഉണ്ടാക്കി, അതും കേൾപ്പിക്കുകയല്ല. അപ്പൊ ഇതെല്ലാവരും കേൾക്കണം. നിങ്ങൾ വേറെ ചിലരെയൊക്കെ ശ്രദ്ധിച്ച് എത്രയോ കിലോമീറ്ററുകൾ മൈക്ക് വെച്ചിട്ടുണ്ട്. മൈക്കല്ല, ചെറിയ ബോക്സാ, കേട്ടിട്ടില്ലേ? ആ, നമ്മളത് ചെയ്യത്തില്ല. ആട്ടെ, നമുക്കിത് ആരും കേൾക്കുന്നതോട് വലിയ താല്പര്യവും ഇല്ലാഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഇതെല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. നല്ല വാർത്ത അതെന്നാ? ഈ സുവിശേഷമാ നമ്മെ രക്ഷിക്കുന്നത്. ഈ സുവിശേഷമാ നിന്റെ പാപത്തെ മോചിക്കുന്നത്. ഈ സുവിശേഷമാ നിന്നെ രക്ഷയിലേക്ക് നടത്തുന്നത്. ഈ സുവിശേഷത്താൽ മാത്രമേ അവൻ മാനവകുലം രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാവരും കേൾക്കണം. ദൈവത്തിന്റെ മഹത്വം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. കൂടുവിൻ സഭകളെ വന്ന് പാടുവിൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവിൻ, സുവിശേഷം ചൊല്ലാനോടുവിൻ, നിദ്ര വിട്ടുണർന്നിടുവിൻ, മനം ഒത്തെല്ലാരും നിന്നിടുവിൻ. വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ
തല കുനിക്കുമേ അത് ബഹു സന്തോഷമേ. ഇടിക്കണം പേയിൻ കോട്ട നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മൂടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുവിൻ സുവിശേഷത്തെ ഉയർത്തിയിടാൻ എല്ലാരും കൂടണം. വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ അത് ബഹു സന്തോഷമേ. അപ്പൊ എല്ലാവരും കേൾക്കേണ്ട വാർത്ത സുവിശേഷമാണ്. അതെ, ഞാൻ ഓടിച്ച് മുമ്പോട്ട് പോകാം. ഇന്നലെ രാത്രിയിൽ കർത്താവിൻ്റെ ദാസനതെല്ലാം ഭംഗിയായിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തിന് മഹത്വം. അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല ആൾക്കാരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ആൾക്കാരും കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നത് സുവിശേഷമുള്ളൂ. അതാണ് ഈ ദിവസങ്ങൾ ഇവിടെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സുവിശേഷമാണ് യേശു ക്രിസ്തു. അതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തു. പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ദൈവത്തിന്റെ മഹത്വം. മനുഷ്യവർഗത്തിന്റെ രക്ഷ. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. അങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ചിത്രീകരിക്കുന്നൊക്കെ ഉണ്ട്. യേശു മിശിഹ ഞങ്ങളുടെയാണ്, അവരുടെയാണ്, അവരുടെ യേശു, ഇവരുടെ യേശു. യേശു ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഒരു വിഭാഗത്തിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ അല്ല, അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ദൈവത്തിൻ്റെ മഹത്വം. എല്ലാവരും രക്ഷിക്കപ്പെടണം. പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു കർത്തൃദാസനെ മരിച്ച് സ്വർഗത്തിൽ ചെന്നു. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. സ്വർഗത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ ദൂതന്മാർ സ്വർഗത്തിലോട്ട് കൊണ്ടുപോവുക. അപ്പം ആ വാതിൽക്ക് ചെന്നപ്പം പുള്ളി വാതിൽക്ക് നിന്ന് പുള്ളിയോട് ചോദിച്ചു, ഞങ്ങളുടെ സഭക്കാർ വലിയൊരു അകത്തുണ്ടോ എന്ന്. അപ്പം വാതിൽക്ക് നിന്ന് ദൂതൻ ചോദിച്ചു, നിങ്ങളുടെ സഭ ഏതാ? ഞങ്ങളുടേത് മെത്തഡിസ്റ്റാന്ന് പറഞ്ഞു. അവരാരും വന്നില്ലെന്ന് പറഞ്ഞു. അയ്യോ, മെത്തഡിസ്റ്റുകാരും സ്വർഗത്തിൽ വന്നില്ല. അപ്പോൾ ചോദിച്ചു, ബ്രദറുകാർ അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു. ആരും വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അയ്യോ, അവർ നന്നായിട്ട് വചനം പഠിക്കുകയും ചെയ്യുന്നവർ അവരാരും വന്നില്ല. ഇല്ല, ബ്രദറുകാരും ഇങ്ങോട്ട് വന്നില്ലെന്ന് പറഞ്ഞു. ആട്ടെ, ബെന്തിക്കോസുകാർ വലിയൊരു ഉണ്ടെന്ന്, ഒറ്റ ഒരെണ്ണം ഇല്ലെന്ന് പറഞ്ഞു. ഒരെണ്ണം ഇങ്ങോട്ട് വന്നിട്ടില്ല. ആട്ടെ, ബെന്തിക്കോസ് തന്നെ ഉണ്ട്. ടി പി എംകാർ അതിനകത്ത് കയറിട്ടോ, അവർ കുറച്ചുകൂടെ കൂടി, അവർ ആരും വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ജോഡി. അപ്പം ഒരു സംഭവമാ. പുള്ളി ദൂതനോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു വെച്ചാൽ പുള്ളി നരകത്തിൻ്റെ അവിടെ ചെന്നു. നരകത്തിൻ്റെ വാതൊക്കെ ചെന്നപ്പോൾ അവിടെ എൻ്റെ ഭാഷ പറഞ്ഞാൽ വലിയ മറതാ നിൽക്കുക. ചോദിച്ചാൽ എന്തിനാ ഇങ്ങോട്ട് വന്ന്, ഇവിടെ അല്ലല്ലോ സീറ്റ്, അവിടെ അല്ലേ? അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം അറിയാൻ വന്നതാ. ഞങ്ങളുടെ സഭക്കാർ വല്ലവരും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ, ഏതാ? മെത്തഡിസ്റ്റുകാർ. കുറച്ചു മുന്നേ കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പെന്തിക്കോസുകാർ സിംഹഭാഗം അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. ബ്രദറുകാർ എല്ലാം ലൈനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും 5-6 പേര് അങ്ങോട്ട് പോയതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. പുള്ളിക്ക് വളരെ പ്രയാസമായി. തിരിച്ച് സ്വർഗത്തിൻ്റെ വാതിക്ക വന്നു. വാതിക്ക വന്ന ഭാഗത്ത് ഹല്ലേലൂയായും സ്തുതിയും കേൾക്കാം. അപ്പം വാതിക്ക എന്ന് ദൂതനോട് ചോദിച്ചു, ഇവിടെ പെന്തിക്കോസുകാരും ബ്രദറുകാരും മെത്തഡിസ്റ്റുകാരും യാക്കോബയും മാർത്തോമയും ഒന്നും വന്നിട്ടില്ല, പിന്നെ ഈ ഹല്ലേലൂയായും സ്തുതിയൊക്കെ കേൾക്കുന്നില്ല ശബ്ദം. അപ്പം ദൂതൻ പറഞ്ഞു, അതേ, നീ പറഞ്ഞ സഭക്കാരും ഇതിനകത്ത് വന്നിട്ടില്ല, എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെല്ലാം അകത്തുണ്ടെന്ന് പറഞ്ഞു. നീ ഉദ്ദേശിച്ച ഒറ്റ സഭക്കാരും ഇതിനകത്ത് വന്നിട്ടില്ല, എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശബ്ദമായി കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദൈവത്തിൻ്റെ മഹത്വം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗവും വഴിയും യേശു ക്രിസ്തു മാത്രം.
ഇന്ന് രാത്രി അതിന് ദൈവം മുഖാന്തരം ഒരുക്കട്ടെ. ആമേൻ. മുൻപോട്ട് പോകാം. അപ്പോൾ ഈ പുസ്തകം വളരെ വിലപ്പെട്ട പുസ്തകമാണ്. 66 പുസ്തകങ്ങൾ അടങ്ങുന്ന മഹത്തായ പുസ്തകം. നമുക്കറിയാം മറ്റ് പുസ്തകങ്ങളുണ്ട്. രാമായണം അത് കാണ്ഡങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുണ്ട് ചില ഭാഗമൊക്കെ. അയോധ്യാകാന്ഡം, കിഷ്കിന്ധകാന്ഡം, ബാലകാന്ഡം, സിദ്ധകാന്ഡം, ഇങ്ങനെ കാണ്ഡങ്ങളായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. മഹാഭാരതം പർവ്വങ്ങളായിട്ടാണ്. ദ്രോണപർവം, ഭീഷ്മപർവം, കർണപർവം, ഇങ്ങനെ പർവ്വങ്ങളായിട്ടാണ്. ഭഗവത്ഗീത യോഗങ്ങളായിട്ട് അർജുന വിഷാദ യോഗം, സാംഖ്യയോഗം, ഗുണയോഗം, കർമ്മയോഗം, യോഗഭാഗമാണ്. എന്നാൽ ഈ വേദപുസ്തകം ഓരോ പുസ്തകമായിട്ടാണ്. 66 പുസ്തകം. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവിയ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, ഇങ്ങനെ പുസ്തകം പുസ്തകം പുസ്തകം, അങ്ങനെ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന മഹത്തായ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ് ഈ തിരുവെടുത്ത്. 66 പുസ്തകം. ഇതിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇത് മുഴുവൻ ആമേൻ ദൈവത്തിന്റെ തിരുവെടുത്തുകളാണ്. ഒരുപാട് വരികളുണ്ട്. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവേ ഉണ്ട 66 പുസ്തകങ്ങൾ. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവേ ഉണ്ട 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ ആദ്യത്തെ 5 പുസ്തകം ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ. പിന്നീട് ഓരോരോ പുസ്തകങ്ങൾ. ഇത് പ്രാരംഭത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. ഇതൊക്കെ പെന്തക്കോസ്തുകാർക്കും മാർത്തോമക്കാർക്കും ബ്രദറുകാർക്കും ഒക്കെ നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. വിശേഷിച്ച് പൂവത്തൂരിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഉണർവ് നടന്ന സ്ഥലമാണ് പൂവത്തൂര്. ഇപ്പോഴത്തെ ഇരിപ്പ് കണ്ട അങ്ങനെയൊന്നും നടന്നതായിട്ട് തോന്നുന്നുമില്ല. അങ്ങനൊരു സംഭവം ഇവിടെ ഈ ദേശത്ത് വന്ന് കുത്തിയിരിക്കുന്ന കണ്ട അങ്ങനൊരു സംഭവം ഈ ദേശത്ത് അതിന് ക്ഷീണിച്ച് പോയതാണോ എന്നറിയത്തില്ല. പറയാതിരിക്കാനൊക്കത്തില്ല. പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ പിതാവ് പൊടിമല മത്തായിച്ചൻ്റെ കാലത്ത് നടന്ന പൂവത്തൂർ ഉണർവ്, അതിനെപ്പറ്റിയൊക്കെ പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അന്ന് വലിയ ഉണർവ് യോഗങ്ങൾ. യോഗത്തിന് പ്രധാന പ്രസംഗകനായിട്ട് വന്നത് തങ്കയ്യാച്ചൻ വന്നെന്ന നമ്മുടെ PAV സാം സാറിൻ്റെ പിതാവ്. തങ്കയ്യാച്ചൻ അല്ലേ, ART അതിശയ, അതാ തങ്കയ്യാച്ചൻ. അരുമനായകൻ നേശമൻ അങ്ങനെ അരുമനായകൻ. അപ്പോൾ ART അതിശയം. അപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ദൈവം അയച്ചിവിടെ വന്നു. ആ കർത്തൃദാസൻ്റെയൊക്കെ ശുശ്രൂഷകളും അന്ന് പൂവത്തൂർ ഉണർവ് ശക്തമായിട്ട് നടന്ന കാലമാണ്. കേട്ടിട്ടുണ്ട് ഉണർവ് ശക്തമായിട്ട്. എന്തുവായി ഉണർവ്? ഉണർവെന്ന് ധരിക്കുന്ന ചുമ്മാ ഇരിക്കുന്ന കസേരയെല്ലാം മറിച്ചെടുക്കുക, കുടിക്കാൻ വെച്ച വെള്ളം തട്ടി ദൂരെ കളയുക, സ്റ്റാൻഡിൻ്റെ മൈക്ക് തട്ടി താഴെ കളയുക, നേരെ നിൽക്കുന്ന മേരി പൊത്തോന്ന് താഴെ വീഴുക, ആണ്ട് വരുന്ന പിടിച്ചോന്നും പറഞ്ഞ പുള്ളി മല്ലെന്ന് കിടക്കുക, മറ്റവൻ അവനെ താങ്ങി. ഇതാണോ ഉണർവ്? അതല്ല ഉണർവ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കണ്ട. ഒരു കാര്യം പറഞ്ഞാൽ ഭാഗം വിടുക. ശരിയായ ഉണർവ് പൂവത്തൂര് ഉണർവ് നടന്നപ്പോൾ കേട്ടിട്ടുണ്ട്. ഈ ജനമെല്ലാം ദൈവത്തിൽ സന്തോഷിക്കുകയും വചനം കേട്ട് ബലപ്പെടുക. അപ്പോൾ ഉണർവ് ഉണ്ടാകാതിരുന്ന 1-2 പേര് പുറകിലുണ്ടായിരുന്നു. അതെല്ലാ യോഗത്തിനും ഉണ്ടല്ലോ. ഇപ്പൊ പിന്നെ പുറകിലെന്ന് പറയാനൊക്കെ ഇടയ്ക്കും സൈഡിലും ഒക്കെ വന്നിരിക്കും. അത് ഉള്ളത് നല്ലതാ. 2 എണ്ണം ഇരിക്കട്ടെ. പണ്ടൊരാൾ അമ്മ പറഞ്ഞ കടുക് താളിക്കാൻ 2 ഇരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ അത് 2 എണ്ണം ഇരിക്കട്ടെ. അപ്പൊ എല്ലാ യോഗങ്ങൾക്കും ഉണ്ട്. അന്ന് പൂവത്തൂർ ഉണർവിനും ഉണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പൊ ഈ ആൾക്കാരെല്ലാം എഴുന്നേറ്റ് പാപങ്ങൾ ഏറ്റു പറയുക. അന്നത്തെ കർഷകരാ. അപ്പൊ ആ നിലയിലുള്ള കാര്യങ്ങളാ. ഒരാൾ എഴുന്നേറ്റ് ഉണർവ് നടന്നപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞ് ഞാൻ ഏത്തക്കൊല മോട്ടിച്ചേന്ന് നിലവിളിക്കുക. ഒരാൾ പറഞ്ഞ് അടയ്ക്കാ മോട്ടിച്ചു. ഒരുത്തൻ പറഞ്ഞ് ഞാൻ അവൻ്റെ ആട്ടിൻകുട്ടിയെ മോട്ടിച്ചുകൊണ്ട് പോയി. അന്നത്തെ രീതി വെച്ചാ ആ ഭവനത്തിൽ കയറി മോഷണം നടത്തിയത് ഞാനാണ്, കപ്പക്കിഴങ്ങ് മോട്ടിച്ചത് ഞാനാ. ഇങ്ങനെല്ലാം ഓരോരുത്തർ ഏറ്റേറ്റ് പറയുക. ഉണർവുണ്ടാകുമ്പോൾ അതാ ഏറ്റു പറയുക. ഉപദേശിമാര് പറഞ്ഞിട്ടൊന്നുമല്ല. പാപബോധം വന്നപ്പോൾ ചെയ്ത തെറ്റിനെ പറ്റി വിളിച്ചു പോവുക. അപ്പൊ കേട്ടിട്ടുണ്ട് ഉണർവുണ്ടാകാതെ പുറകിരുന്ന ആള് പറഞ്ഞെന്നാ കേൾക്കുന്നത്. ഉണർവും ചാട്ടവും തുള്ളലും ഒക്കെ നല്ലതാ. ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യവും മറക്കരുത്. എന്ന് പറഞ്ഞാൽ
തെളിയാതെ കിടന്ന കേസുകളെല്ലാം തെളിഞ്ഞുകൊണ്ടിരിക്കുക. അന്നത്തെ നിക്കറിട്ട പോലീസുകാര് നാട് മുഴുവൻ നടന്ന് തെളിയിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ കേസുകൾ പൂവത്തൂർ ഉണർവിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? ഇത് ചിരിച്ചു കളയാൻ പറഞ്ഞതല്ല, നടന്ന കാര്യമാണ്. അതാ ഉണർവ്. അപ്പൊ ഇപ്പം നടക്കുന്നത് എന്തുവാ? അത് നിങ്ങൾ പറഞ്ഞാൽ മതി, എന്നെ കൊണ്ട് പറയിപ്പിച്ച് വെട്ടിനാക്കാൻ നോക്കുകയും വേണ്ട. അപ്പോൾ ഇന്ന് നടക്കുന്ന ഉണർവല്ല അല്ല. അപ്പൊ അന്ന് ഉണർവ് നടന്നപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ എഴുന്നേറ്റ് നിലവിളിച്ച് പറയുക കേട്ടിട്ടുണ്ട്. ഈ പൂവത്തൂരുകാരൻ ഒരാള് ആ യോഗത്തെ സംബന്ധിച്ചു. അദ്ദേഹം ഉണർവുണ്ടായിട്ട് രാത്രിയിൽ ഇവിടുന്ന് നടന്ന് മുളക്കൊടിക്ക് പോയി. പൂവത്തൂരിൽ നിന്ന് നടന്നു. ഉണർവ് യോഗം കഴിഞ്ഞപ്പോൾ തന്നെ 1:30-2 പുള്ളി പൂവത്തൂരിൽ നിന്ന് നടന്ന് മുളക്കൊടി ചെന്നൊരു വീടിന്റെ വാതിക്ക മുട്ടി. വീട്ടുകാരൻ മാതൃ അന്തം വിട്ടുപോയി. More orders. We'll be here till late. You handle the kitchen, I'll make the deliveries. While on period. വീട്ടുകാരൻ മാതൃ അന്തം വിട്ടുപോയി, ഭയപ്പെട്ടു. അപ്പൊ പുള്ളി വെളുക്കാറായി. പുള്ളി അവിടെ കവണ്ണ് വീണു. പുള്ളിയുടെ കാലേ വീണെന്നാ. എന്നോട് മാപ്പാക്കണം, പൊറുക്കണം. പുള്ളി എന്തുവാ എന്നെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൃഷി ചെയ്ത വാഴയെല്ലാം രാത്രി വന്ന് വെട്ടി നശിപ്പിച്ചത് ഞാനാന്ന്. അവർക്കറിയത്തില്ല ഇതാരാ. അവരുടെ കൃഷി ചെയ്ത വാഴയെല്ലാം ഒരു രാവിലെ സുപ്രഭാതത്തിൽ വന്നപ്പോൾ വാഴ മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുന്നു. ആരാന്നറിയത്തില്ല. ആ ചെയ്ത മനുഷ്യനെ പൂവത്തൂർ ഉണർവിൽ പാപബോധം വന്ന്, ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വന്ന്, രാത്രി തന്നെ വീട്ടിൽ കയറാതെ ഇവിടുന്ന് നടന്ന് മുളക്കുടെ ചെന്ന്, അതാ ഉണർവ്. അങ്ങനത്തെ ഉണർവ് നടക്കുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല, വേണ്ട, ഒന്നും പറയണ്ട, പറയാതിരിക്കുന്ന നല്ലത്. അദ്ദേഹം അവിടെ ചെന്ന് ആ കാര്യത്തിൽ നിരപ്പ് പ്രാപിച്ചു. ഇതാ ശരിയായ ഉണർവ്. ആ ഉണർവ് നമ്മുടെ ജീവിതത്തിലും ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. കൈ കൊടുക്കുവാൻ, ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, സ്നേഹിപ്പാൻ, കരുതുവാൻ ഒക്കെ ഒരു നല്ല മനസ്സുണ്ടാകണം. അനുതാപഹൃദയം. ദൈവത്തിന് മഹത്വം. അതിന് ഈ ശുശ്രൂഷകളെ ഇടയാകട്ടെ ഞാൻ വീണ്ടും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങളെ ഇത് പഠിപ്പിക്കുമൊന്നും വേണ്ട. അന്നത്തെ ഉണർവ് നടന്ന സ്ഥലമാണ് പൂവത്തൂര്. അപ്പം അതുകൊണ്ട് വചനത്തിലൊക്കെ നിങ്ങൾക്ക് തിട്ടവും അറിവും ഒക്കെ ഉണ്ട്. അവരുടെ സന്തതി പരമ്പരകളാണല്ലോ വന്ന് കൂടിയിരിക്കുന്നത് സിംഹഭാഗം ആൾക്കാരും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ട് അവരുടെ അറിവിനായി പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം 5 പുസ്തകം, ആ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥം. പിന്നീട് നമുക്കറിയാം ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങൾ. പിന്നീട് സംഗീത പുസ്തകങ്ങളാണ്. അത് 4-5 പുസ്തകം സംഗീത പുസ്തകങ്ങളായിട്ട് ഈ തിരുവെടുത്തിൽ 66 പുസ്തകത്തിൽ. അതിനുശേഷം പ്രവചന പുസ്തകങ്ങളാണ്. അത് നമുക്കറിയാം യെശയ്യാ പ്രവചനം മുതൽ മലാക്കി വരെയുള്ളതായ പ്രവചന പുസ്തകങ്ങൾ. പ്രവചന പുസ്തകങ്ങളെയും രണ്ടായിട്ട് തരംതിരിച്ചു പഠിക്കുന്നു. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. പ്രവാചകന്മാരുടെ വലിപ്പവും വണ്ണവും കഴിവും കാശും പൊസിഷനും നോക്കിയല്ല, പ്രവചനത്തിന്റെ ആഴമനുസരിച്ച്